നമസ്കാരം. സർക്കാരിനെയും സർക്കാർ സ്ഥാപനങ്ങളെയും പ്രതിക്കൂട്ടിലാക്കാൻ എന്തൊക്കെ വിക്രിയകളാണ്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഒരു വിദ്യാർത്ഥിയെ വിവാദത്തിൽപ്പെടുത്താൻ മാധ്യമങ്ങൾ കാണിച്ച തത്രപ്പാടൊന്നും മറ്റാരും കാട്ടിയിട്ടുണ്ടാകില്ല. പണ്ടുകാലങ്ങളിൽ മാവിലും മരത്തിലുമൊക്കെ വലിഞ്ഞു കയറിയവർ തന്നെയാണ് ധൈര്യശാലിയായ ഒരു +1 വിദ്യാർത്ഥിയെ അമൂൽ ബേബിയാക്കാൻ ശ്രമിക്കുന്നത്. നെയ്യാറ്റിൻകരയിൽ നടക്കുന്ന തിരുവനന്തപുരം ജില്ലാ സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥിയെ കൊടിമരത്തിൽ കയറ്റിയ സംഭവമാണിപ്പോൾ വിവാദമായിരിക്കുന്നത്. നെയ്യാറ്റിൻകരയിലെ കലോത്സവമാണ് വിവാദവേദി. പതാക കെട്ടാനുള്ള കയർ കോർക്കുന്നതിനായി വിദ്യാർത്ഥിയെ കൊടിമരത്തിൽ കയറ്റി എന്നതാണ് ഇവിടുത്തെ ആരോപണം. സംഭവം ഗൗരവതരമായി കാണണമെന്നൊക്കെയാണ് ഇവിടുത്തെ ആവശ്യം. പക്ഷേ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ഭയക്കേണ്ട ഒന്നല്ലെന്ന് വിദ്യാർത്ഥി തന്നെ പറയുന്നുണ്ട്. ഇതൊക്കെ പരിശീലിച്ചിട്ടുണ്ടെന്നും വിദ്യാർത്ഥി വ്യക്തമാക്കുന്നു. സംഭവം ഞാൻ അവിടെ ഇങ്ങനെ നിന്നപ്പോൾ അതിവിടെ കൊടിമരത്തിലെ കയർ കുരുങ്ങിയെന്ന് പറഞ്ഞ് കൂടെയുള്ള കൂട്ടുകാരൻ വന്ന് പറഞ്ഞു. അവന് ഓവർ വെയിറ്റ് ആണ്, അപ്പോൾ ഒന്ന് കയറാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ക്ലാസ്സിൽ നമ്മൾ NSന്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ട്. അതുപോലെ ഈ ഇടയ്ക്ക് നമ്മൾ ട്രക്കിങ്ങിനൊക്കെ പോയി. അപ്പോൾ അങ്ങനെ കുറേ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അതിൻ്റെ ഇതായിട്ട് ഞാൻ അവിടെ പോയപ്പോൾ ഈ കൊടിമരത്തിൻ്റെ ആ ഒരു ഇതിൽ കയർ കുരുങ്ങിയെന്ന് അവിടെ ഉള്ള സാർമാർ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കയറാൻ ഞാൻ കുഴപ്പമൊന്നുമില്ല, ഞാൻ കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ ശരിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ കയറിയോടെ കുരുക്കഴിച്ച് ഇറങ്ങി. അതിന് ശേഷം ഇന്നലെ വന്നപ്പോഴാണ് ഇവിടെ വാർത്തയിൽ ഇങ്ങനെ ആയി, അത് ഭയങ്കര പൊക്കമാണ്, അപകടമുള്ളതായിരുന്നു, ആരും ശ്രദ്ധിച്ചില്ല. പക്ഷേ എനിക്ക് സംഭവം അത് ആ സമയത്ത് കയറിയപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല. സാധാരണ ഞാൻ റോപ്പിൽ എനിക്ക് ക്ലാസ് കിട്ടിയിട്ടുള്ളതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അങ്ങനെ ഒരു പേടിയൊന്നും തോന്നിയില്ല. ആ സമയത്ത് ഞാൻ കയറി, അതുകൊണ്ട് അപ്പോൾ ഒന്നും തോന്നിയില്ല. 30 അടി ഉയരമുള്ള കൊടിമരത്തിലാണ് വിദ്യാർത്ഥി കയറിയതെന്ന് കാട്ടി പാലായിലെ മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ ചെയർമാൻ എബി ജെ ജോസ് പരാതി നൽകിയിരുന്നു. അപകട സാധ്യതയുള്ള ഈ പണിക്ക് കുട്ടിയെ ഉപയോഗിച്ച നടപടി ഗൗരവതരമായി ഉൾക്കൊണ്ടുകൊണ്ട് ബാലാവകാശ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെടുന്നു. അത്രയ്ക്കും വിവാദമാക്കേണ്ടതുണ്ട് എന്ന് കരുതുന്നില്ല എന്നാണ് വിദ്യാർത്ഥിയുടെ പ്രതികരണം. അപകടങ്ങളിൽ സന്നദ്ധമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്ന് വിദ്യാർത്ഥിയും പറയുന്നു. പുറത്തല്ല സാർ, ഞാൻ ഒരു NSS വോളണ്ടിയറാണ്, +1 NSS വോളണ്ടിയർ. പിന്നെ അപ്പം നമുക്ക് NSSന്റെ ഭാഗമായിട്ട് സേഫ്റ്റിയിലെ കുറേ ക്ലാസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഇടയ്ക്ക് 3 ദിവസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ സേഫ്റ്റിയുടെ ക്ലാസ്സൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആ സമയത്ത് പേടിയൊന്നും തോന്നിയില്ല. ഇതിൽ ആർക്കാണ് അപ്പോൾ ഭയം? കുട്ടിയെ ദുരുപയോഗം ചെയ്യുന്നതെല്ലാമാണ് പരാതിയിൽ പറയുന്നത്. അപകട സമയത്ത് കുട്ടി സന്നദ്ധമായി ചെയ്യുമ്പോൾ പൂച്ചെണ്ട് നൽകുന്നവർ തന്നെയല്ലേ ഇപ്പോൾ അവന്റെ ധൈര്യത്തെ ചോദ്യം ചെയ്ത് മുന്നോട്ട് വന്നിരിക്കുന്നത്? എന്തായാലും പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് അന്വേഷണ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്.